Meet the editors. സുധാകരന്റെ പിടിവാശിയോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, കെ സുധാകരൻ മിക്കവാറും എല്ലാ മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങൾ നൽകുന്നു. ആ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന കാര്യം, എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ആ കാര്യം തീരുമാനിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കും എന്നാണ്. എന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൻ്റെ ഏത് തീരുമാനത്തിനും ഞാൻ വഴങ്ങും, പക്ഷേ എന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈക്കമാൻഡ് എന്നൊരു മെസ്സേജ് നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ കെ സുധാകരൻ. ഹൈക്കമാൻഡ് ആണെങ്കിൽ വെട്ടിലായിരിക്കുന്നു. ഖാർഗെ വളരെ കൃത്യമായി അനുനയിപ്പിച്ച് കാറിലേക്ക് കൊണ്ടുവിട്ട കെ സുധാകരനാണ് തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു കെ സുധാകരനായിട്ട് മാറുന്നത്. ആരുടെയൊക്കെയോ പിന്തുണയോടുകൂടി കെ മുരളീധരനും പരസ്യമായി രംഗത്ത് വരുന്നു. ഇന്നിപ്പോൾ ആന്റോ ആന്റണിക്കെതിരായിട്ടൊരു പടയൊരുക്കം നടക്കുന്നതായിട്ട് കേൾക്കുന്നു. അത് ഉറപ്പില്ല. കെ സി വേണുഗോപാലും അത് സ്ഥിരീകരിക്കുന്നില്ല. അദ്ദേഹത്തെ ആരും കണ്ടിട്ടുമില്ല. ചുരുക്കത്തിൽ സുധാകരൻ്റെ പിടിവാശിയാണോ ഇപ്പോൾ വെട്ടിലാക്കുന്നത് കെ പി സി? നിശ്ചയമായിട്ടും സുധാകരൻ പിടിവാശിയിലാണ് എന്ന് മാത്രമല്ല, അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് AICC നേതൃത്വത്തെയാണ്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ വെട്ടിലാക്കിയിരിക്കുന്നത് AICC നേതൃത്വത്തെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. ശരിയാണ്, ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരൊക്കെ വരണം എന്നുള്ളത് ആ പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്, അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പം നമ്മൾ നോക്കൂ, കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് സുധാകരൻ മാറുമോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്, ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അവരെത്ര നിഷേധിച്ചാലും അതൊരു വസ്തുത തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. എന്നാൽ ഇടക്കാലത്ത് നമ്മൾ സുധാകരനും കോൺഗ്രസിനും ഒരു ഇളവ് നൽകിയിരുന്നു. എന്താ കാര്യം എന്നറിയാവോ? സംസ്ഥാനത്ത് CPM-ൻ്റെ സമ്മേളനം ആയിരുന്നില്ലേ? സംസ്ഥാനത്ത് CPM-ൻ്റെ സമ്മേളനം നടന്നപ്പോൾ നമ്മൾ എന്താ ചർച്ച ചെയ്തത്? ആരൊക്കെയായിരിക്കും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരിക, ആരൊക്കെയായിരിക്കും സെക്രട്ടേറിയറ്റിൽ വരിക? സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഗോവിന്ദ മാസ്റ്റർ തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം ഇടക്കാലത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വന്നയാളാണ്. ഒരു അവസരം കൂടി ഗോവിന്ദ മാസ്റ്റർക്ക് കിട്ടും എന്ന കാര്യത്തിലൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ വരുമെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? മാധ്യമങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടില്ലേ? അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരൊക്കെ വരും എന്നുള്ളത് ചർച്ച ചെയ്തിട്ടില്ലേ? ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചർച്ചയൊക്കെ നമ്മൾ നടത്തി അവസാന സംസ്ഥാന സമ്മേളനവും സമാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെക്രട്ടേറിയറ്റിൽ വരാതിരുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നല്ലോ. ആ മധുരയിൽ നടന്ന സമയത്ത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആരാകും നമ്മൾ ചർച്ച ചെയ്തില്ലേ? ഏതൊക്കെ പേരുകൾ നമ്മൾ പറഞ്ഞത്? അശോക് ദാവലയുടെ പേര് പറഞ്ഞു, മുഹമ്മദ് സലീമിൻ്റെ പേര് പറഞ്ഞു, MA ബേബിയുടെ പേര് പറഞ്ഞു. അതേപോലെ കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ വരും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ആർക്കൊക്കെ പ്രായമിളവ് നൽകും എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പോളിറ്റ് ബ്യൂറോയിൽ ആരൊക്കെ വരും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ഈ സമയത്തൊന്നും നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നല്ലൊരു ഇടവേളയല്ലേ കോൺഗ്രസിന് കിട്ടിയത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത്? മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് പൊതുസമൂഹത്തിൻ്റെ വിഷയമാണെന്നേ. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തൊരു പാർട്ടിയാണെങ്കിൽ പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തൊരു പാർട്ടിയാണെങ്കിൽ പൊതുജനങ്ങളോട് പൊതുസമൂഹത്തോട് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. മാധ്യമങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ വരും, ഞങ്ങൾ വോട്ട് ചെയ്യണം, അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണ്, ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ കഴിയില്ല. അങ്ങനൊരു രീതി കേരളത്തിലില്ല. കേരളത്തിൽ നല്ല എവിടെയില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിൽ വരാനോ പ്രതിപക്ഷത്തിരിക്കാനോ ഒക്കെ ശ്രമിക്കുന്നൊരു പാർട്ടിയാണ് എങ്കിൽ ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഈ പൊതുസമൂഹമാണ്, പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഓരോ പാർട്ടിയിലും എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ നീക്കങ്ങളും എന്തൊക്കെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ സമൂഹത്തിന് അവകാശമുണ്ട്. അതറിയിക്കാൻ മാധ്യമങ്ങൾക്ക് ബാധ്യതയുമുണ്ട്. ഇപ്പം നമുക്കൊന്നും അറിയാമല്ലോ, കഴിഞ്ഞ 6 മാസമായിട്ട് വളരെ കൃത്യമായ ചർച്ച നടക്കുന്നുണ്ട്. ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുമെന്നേ? കാരണം ഈ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷനുമായി ചേർന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ എന്തിനേറെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോലും പോകാൻ കഴിയില്ല എന്നുള്ള വാദമുഖം ഉയർത്തിയത് ആ പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗമല്ലേ? അവരല്ലേ ദേശീയ നേതൃത്വത്തെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയത്? നമുക്കറിയാമല്ലോ, ദീപാദാസ് മുൻഷിക്കാണല്ലോ AICC നിന്ന് ഇവിടുത്തെ ചുമതല. ദീപാദാസ് മുൻഷി എന്താ നേതൃത്വത്തിന് കൊടുത്തുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഇദ്ദേഹത്തെ മാറ്റണം, അങ്ങനത്തെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ നടന്നല്ലോ. അപ്പോഴൊക്കെ എന്താണ്, ഏതെങ്കിലും ഒരു നേതാവിന് പറയാമല്ലോ, വേണ്ട, ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത് ശരിയല്ല എന്ന് പിന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും ബോധ്യമുണ്ടെങ്കിൽ ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞാൽ മതി, വളരെ ലളിതമായിട്ട്. ഇപ്പൊ ഈ നേതൃമാറ്റം എന്ന് പറഞ്ഞൊരു പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല. ആയിരിക്കും, ഒറ്റ വരി പറഞ്ഞാൽ മതിയല്ലോ, ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന ആളുകൾ, ഈ മാധ്യമങ്ങൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വിഴുപ്പലക്കുന്നു എന്നൊന്നും പരാതി പറയണ്ട. എന്താ പ്രശ്നം അറിയാമോ? നിങ്ങൾ മാധ്യമത്തെ അല്ല അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളൊരു മൈക്കിൽ വന്നൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളോടാണ് കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? അപ്പോൾ
പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പം സമൂഹത്തിലുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർക്ക് നിർവഹിച്ചാൽ മതി. ഇതേ കൃത്യമായിട്ട് പറയുക, ഒരു നേതൃമാറ്റവും ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ കഴിയില്ലേ? അങ്ങനെ അവർ ചെയ്തിട്ടല്ലോ. അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം പ്രസക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം അത് ചെറുതായിട്ട് നമ്മൾ കാണണ്ട. നമുക്കറിയാലോ, എന്നും യൂത്ത് കോൺഗ്രസും KSU ഒക്കെ വലിയ രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടും നേരായ വഴിക്കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാക്കളെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് വലിയ നേതാക്കളായിട്ടുള്ള AK ആന്റണി, ഉമ്മൻചാണ്ടി ഒക്കെ എങ്ങനെയാണ് KSUവിനെ പോലൊരു സംഘടനയിൽ നിന്ന് വളർന്നു വരികയും രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കളാണെന്ന് AK ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അതുപോലുള്ള പിന്നീട് വന്നിട്ടുള്ള നേതാക്കളാണെങ്കിലും G കാർത്തികേയനും രമേശ് ചെന്നിത്തലയും ചെറിയ ഉദാഹരണങ്ങളല്ല. അവർ KSUവിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഒക്കെ ഈ പാർട്ടി ഈ സംസ്ഥാനത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് വലിയ സേ ഉണ്ടായിരുന്ന നേതാക്കളാണ്. ആ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ സംസ്ഥാന നേതൃത്വം പറഞ്ഞൊരു കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സാധാരണ പ്രവർത്തകർക്ക് ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമല്ലേ ഇത്? സാധാരണ പ്രവർത്തകർക്ക് ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. രണ്ട്, നിൽക്കുന്നവർക്ക് തന്നെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു, അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇന്നത്തെ ഒരു കാര്യം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇവിടെ AICCക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖർഗെയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും ചർച്ച നടത്തിയല്ലോ. ആ ചർച്ച നടത്തിയപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് യാത്ര അയക്കുന്നു, അതുപോലെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മുരളീധരൻ തന്നെ പറഞ്ഞതാണ്, സുധാകരൻ തന്നെ പറഞ്ഞതാണ്, വളരെ ഭംഗിയായിട്ട് ആ മീറ്റിങ്ങുകൾ നടന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുത്താലും ഞാൻ അത് അംഗീകരിക്കും എന്നല്ലേ സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞത്. അതിനുശേഷം തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോഴല്ലേ ഈ നിലപാട് മാറ്റം ഉണ്ടാകുന്നത്. കാരണം എന്താ? സുധാകരൻ സമ്മർദ്ദത്തിലായിരിക്കുന്നു, സുധാകരനോടൊപ്പം നിൽക്കുന്ന ആളുകൾ സുധാകരൻ്റെ സമ്മർദ്ദത്തിലായിരിക്കുന്നു. അൺസെറമോണിയസ് ആയിട്ട് ഇപ്പോൾ പോകരുത്, ഇതൊരു എക്സിറ്റ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഖർഗെയായിട്ടും രാഹുൽ ഗാന്ധിയായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം ഒരു ഉത്തരവിറക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു തീരുമാനം അങ്ങ് പറയാവുന്നതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആശയക്കുഴപ്പം ഒന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം സുധാകരൻ നിലപാട് മാറ്റുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു, പല നേതാക്കളെ പോയി കാണുന്നു, എന്നിട്ട് മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നു എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതോടുകൂടി AICC നേതൃത്വം വെട്ടിലായി. ഇനിയിപ്പോൾ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അടുത്ത ആഴ്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഇവർ ഈ പറയുന്ന ആശയക്കുഴപ്പം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ സമയത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പിന്നെ KPCC അധ്യക്ഷനെ മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വെച്ച് KPCC അധ്യക്ഷനെ മാറ്റാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നു എന്ന് വിചാരിക്കുക. ഒരു സാധ്യതയാണല്ലോ. UDFിൻ്റെ കയ്യിലില്ലാത്ത മണ്ഡലമാണല്ലോ അത് LDFിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ്. അത് പിടിക്കുന്നു എന്ന് വിചാരിക്കുക. ഭയങ്കര ക്ലെയിമല്ലേ KPCC അധ്യക്ഷന്? പിന്നെ മാറ്റാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വെട്ടിൽ കൂടിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം AICC നേതൃത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഈ ദിവസങ്ങളിൽ നടപ്പാക്കിക്കോണം. ഇല്ലെങ്കിൽ പിന്നെ സുധാകരനെ നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പിന്നെ മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം AICC ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള നേതാക്കൾ, ഉയർന്ന നേതൃത്വം ഉത്തരവാദിത്വത്തോട് പെരുമാറണം. പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്കും മൊത്തം പാർട്ടിക്കും സമൂഹത്തിനും ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പക്വതയോടുകൂടി തീരുമാനങ്ങളെടുത്ത് വ്യക്തതയോടുകൂടി നീങ്ങണം എന്നുള്ള സന്ദേശം കൊടുത്തിരിക്കുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ ആശയക്കുഴപ്പത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ തലയിൽ ചാരിയിട്ട് കൈതൊഴുത് പോകാൻ ഒരു നേതാവിനും കഴിയില്ല. കാരണം ഒരു പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം ആ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയാണ്. അവർ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഇനി വേണമെങ്കിൽ സംസ്ഥാനം ഭരിക്കാവുന്ന പാർട്ടിയാണ്. ആ രീതിയിലൊക്കെ ആ പാർട്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ജനസമൂഹം എന്നുള്ള നിലയ്ക്ക്, ജനാധിപത്യ ബോധമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ. ആ ചർച്ച സ്വാഭാവികമാണ്. അക്കാര്യത്തിനകത്തൊരു വ്യക്തത വരുത്തുക, അങ്ങനെ വ്യക്തത വരുത്തി സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുക എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത്. അതിന് പകരം മാധ്യമങ്ങളെ പഴിപറയല്ല ചെയ്യേണ്ടത്. ഇപ്പം നമ്മളോട് തന്നെ കാണിച്ചൊരു കാര്യം എന്താണ്? ഈ പറയുന്ന റിപ്പോർട്ടർ TV ബന്ധപ്പെട്ട് വലിയ പരിഭവമാണല്ലോ സുധാകരനുള്ളത്. അദ്ദേഹം അത് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ട നിശ്ചയിക്കുന്നു റിപ്പോർട്ടർ TVയുടെ പിന്നെ റിപ്പോർട്ടറായിട്ടുള്ള റോഷി പാലിനോട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ ചെയ്തത്? എല്ലാവരും നിൽക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ചിട്ടല്ലേ റോഷി പാലിനോട് പുറത്തേക്ക് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ റോഷി ഒരു മാന്യത കൊണ്ട് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? എല്ലാ മാധ്യമങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒരാൾ മാറി നിന്നാലേ ഞാൻ സംസാരിക്കൂ എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയാണോ? ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് ഞങ്ങൾ ആരോടും കടക്ക് പുറത്ത് എന്ന് പറയാറില്ല, ഞങ്ങളൊരു നല്ല മാധ്യമങ്ങളോട് സ്നേഹം സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ടാണ് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ KC വേണുഗോപാലിനോടുള്ള മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ 6 മാസത്തിനകത്ത് 3 മാസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടത് CPM-നെ കുറിച്ചും CPM-ന്റെ നേതൃമാറ്റത്തെക്കുറിച്ചുമായിരുന്നു എന്നേ. അപ്പോഴൊക്കെ ഒരു ഇടവേള കൊടുത്തിട്ടുണ്ട്, ഇടക്കാലം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രശ്നം ആ സമയത്ത് പരിഹരിക്കാമായിരുന്നു.
സമയമായിരുന്നു. ആ സമയമൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇപ്പോഴും ഇത് വലിച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ 2 മാധ്യമങ്ങളെ മാറി നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. നമ്മളുടെ പ്രതികരണം എന്തായിരുന്നു? ഒന്ന് മീഡിയ വണ്ണും ഒന്ന് കൈരളിയുമായിരുന്നു അല്ലേ. നിങ്ങൾ 2 മാധ്യമങ്ങൾ മാറി നിൽക്കണം, ബാക്കിയുള്ളവരോട് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റക്കെട്ടായിട്ട് മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിലപാടെടുത്തില്ലേ? എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്ന ആ പെൺകുട്ടി പരാതിപ്പെട്ടപ്പോൾ നമ്മൾ എന്താ നിലപാടെടുത്തത്? ഓരോ ചാനലുകളും എന്താ നിലപാടെടുത്തത്? ഓരോ പത്രങ്ങളും എന്താ നിലപാടെടുത്തത്? ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഒരു മാധ്യമത്തെ മാത്രം ഈ രീതിയിൽ ആക്രമിക്കുന്നതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പിന്നെ ഈ AK ആൻ്റണിയുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും റിപ്പോർട്ടർ ടിവിയും ജനം ടിവിയും മാത്രമേ ഉള്ളൂ. ആ നമ്മളോട് മൈക്കിൽ സംസാരിക്കാൻ സുധാകരൻ തയ്യാറാകുന്നുമുണ്ട്. അപ്പോൾ സുധാകരൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ചില ആളുകളാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളെ എതിരാക്കുന്നത്, ചില മാധ്യമങ്ങളെ തെരഞ്ഞുപിടിച്ച് ഈ പറയുന്ന അക്രമം നടത്തുന്നത്. ഞാൻ ഒരു സംശയം KPCC നേതൃത്വത്തോടും AICC നേതൃത്വത്തോടും ചോദിക്കട്ടെ. തിങ്കളാഴ്ചയാണല്ലോ ഇന്ന് KPCC അധ്യക്ഷനെ മാറ്റും, അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇന്നലെ മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? മനോരമയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, തിങ്കളാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും. എന്താ മനോരമയ്ക്കെതിരായിട്ടൊരു നിലപാടില്ലാത്തത്? ഇപ്പം ഈ പറഞ്ഞ തിരഞ്ഞു പിടിച്ച് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം തങ്ങൾക്കെതിരായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വാർത്തകൾ എന്ന് പറയുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ ദൗർബല്യത്തെ മറച്ചു വയ്ക്കാനൊന്നും കഴിയില്ല. കേരളം ഇത് കണ്ണൂർന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഈ മാധ്യമ വിഷയം അങ്ങ് മാറ്റിവെക്കാം. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ AICC നേതൃത്വമാണ് സുധാകരൻ്റെ കാര്യത്തിൽ വെട്ടിൽ വീണിരിക്കുന്നത്. എല്ലാം പറഞ്ഞ് അനുനയിപ്പിച്ച് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് സുധാകരൻ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ ഗംഭീരമായ സമയമുണ്ടായിരുന്നു. ആ സമയമെല്ലാം ലാപ്സ് ആക്കിയതിന് ശേഷം ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലും നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന് തന്നെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് നേതൃത്വത്തിന് വേണ്ടിയിട്ട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരികയാണ് അല്ലേ. നേതൃത്വത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം, നിങ്ങൾ മര്യാദയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ അട്ടർ കൺഫ്യൂഷനിലാണ് ഇവിടുത്തെ പ്രവർത്തകർ എന്ന് പറയുന്ന തീരുമാനം യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, ആ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ച അപകടകരമായൊരു പ്രവണതയാണ്. അതിന് അവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ഞാൻ വിചാരിക്കുന്ന ഈ കാര്യത്തിൽ അടിയന്തരമായൊരു തീരുമാനം AICC നേതൃത്വം എടുക്കുമെന്ന് തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ജനവിധിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വിജയം UDF-നെങ്ങാനും കിട്ടുകയാണെങ്കിൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരനെ മാറ്റാൻ കഴിയില്ല. ഇടയ്ക്ക് ഈ പറയുന്ന ഒരാഴ്ചത്തെ ഗ്യാപ്പിനകത്ത് തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. ആ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് മുമ്പ് നമുക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. അതിഥിയല്ല, നമ്മുടെ എഡിറ്റോറിയൽ മെമ്പർ ഒരാൾ ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശലഹരിയിലാണ് നമ്മുടെ സുജയ പാർവതി. സുജയ പാർവതി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്നുണ്ട്. ഹായ് സുജയ പാർവതി, ഗുഡ് ഈവനിങ്. സുജയ പാർവതിയിലേക്കും തിരിച്ചു വരാം. ഒരു എഡിറ്റേഴ്സ് തുടരുന്നു. സുധാകരൻ്റെ പിടിവാശിയോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം സുജയ പാർവതി കൂടിയുണ്ട്. സുജയ പാർവതി തൃശ്ശൂരിൽ നിന്നാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. സുജയ, സുധാകരൻ്റെ പിടിവാശിയാണോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് KC വേണുഗോപാൽ പറയുന്നത് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും എന്നാണ്. പക്ഷേ അപ്പോഴും സുധാകരൻ പറയുന്നത് എന്നെ തൊടാൻ ആരുണ്ട്, ഹൈക്കമാൻഡ് എന്ന നിലയിലാണ്. സുധാകരൻ്റെ പിടിവാശിയാണോ? പിടിവാശിയുണ്ട്. ബ്രണ്ണൻ കോളേജ് കാലത്തേക്ക് സുധാകരൻ തിരിച്ചു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സുധാകരനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് റോഷിപാലിനോട് പ്രതികരിക്കാതെ നടത്തിയ പരാമർശമടക്കം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഹൈക്കമാൻഡിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളിയിൽ ഹൈക്കമാൻഡ് ഒന്ന് ഇളകിയിട്ടുണ്ട്, ഒന്ന് പതറിയിട്ടുണ്ട് എന്നതാണ് KC വേണുഗോപാലിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീരുമാനമെടുക്കാതെ, ചർച്ച നടത്താതെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി എന്ന് ആരും തന്നെ കേരളത്തിൽ ഇന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ചും UDF-ന്റെ ഒരു യോഗം നടക്കുന്ന വേളയിൽ സുധാകരനെ മാത്രം ദില്ലിക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റണോ വേണ്ടയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെ സുധാകരൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച നടന്നില്ലെങ്കിൽ സുധാകരൻ ആ വിഷയത്തെക്കുറിച്ച് അത് ചർച്ചയായില്ല എന്ന ഒറ്റ വാക്കിൽ പ്രതികരണം ഒതുക്കാവുന്നതായിരുന്നു സുധാകരൻ. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മാറുന്നതിനെ കുറിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്നൊക്കെ സുധാകരൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം സുധാകരനുമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നിരിക്കുന്നു. പക്ഷേ നേരത്തെ ഉണ്ണിസാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോഴേക്കും മറ്റൊരു സുധാകരനായി മാറുകയാണ്. അപ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും രണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയും അതുപോലെ തന്നെയാണ്. സുധാകരന് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ഉള്ള താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും. ഇപ്പോഴൊരു ഇളക്കി പ്രതിഷ്ഠയിലേക്ക് പോയാൽ അത് ഇപ്പോൾ തന്നെ കുളമായി കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ കുളം കലക്കലിന് ഉള്ള വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഹൈക്കമാൻഡ് മാറി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സുധാകരനെ മാറ്റാതെ കോൺഗ്രസ്
കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തലാണ്. അത് നേതാക്കൾ പരസ്യമായി പറഞ്ഞാലും ഇല്ലെങ്കിലും ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അത് തന്നെയാണ്. ദീപദാസ് മുൻഷി അല്ലെങ്കിൽ എന്തിനാണ് എല്ലാ നേതാക്കളെയും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ കണ്ട് എന്താണ് പാർട്ടി നേരിടുന്ന പ്രശ്നം, നേതൃമാറ്റം അടക്കം വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് അടക്കം മാറണമെന്ന് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. അതും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യങ്ങളാണ്. അക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കിയല്ലോ. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പകപ്പ് ഇപ്പോഴെന്തിനാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് ഉണ്ടാകുന്നത്? അത് K സുധാകരന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കണ്ട് ഭയന്നിട്ടാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം പാലക്കാട്ട് പ്രത്യക്ഷപ്പെടുന്ന സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, K സുധാകരൻ ബ്രിഗേഡ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. KS ബ്രിഗേഡ് ആക്റ്റീവാണ്. കണ്ണൂരിൽ അവരുടെ യോഗങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ KS ബ്രിഗേഡ് ആക്റ്റീവായി വരുന്നു. AK ആന്റണിയെ പോയി കണ്ട് K സുധാകരൻ നടത്തിയ ചർച്ച അതൊന്നും വെറുതെയല്ല എന്നുള്ളത് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് K സുധാകരന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് K സുധാകരൻ. അത് പാർട്ടിയെ കൂടുതൽ തളർത്തും. പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അൻവർ കൂടി വന്നതോടെ UDF ഇപ്പോൾ നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ആ വിജയം അടുത്ത് നിൽക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രബലനായ ഒരു നേതാവ്, അണികളെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ, ക്രൗഡിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പിണങ്ങി മാറി നിൽക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകും. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നിലമ്പൂർ കൈവിട്ടു പോവുകയും അൻവർ കൂടെ വന്നിട്ടും അൻവറിനെ തൃണമൂലിനെ സഖ്യകക്ഷിയാക്കിയിട്ടും UDF ആ സീറ്റ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വലിയ നാണക്കേടിലേക്കായിരിക്കും പോവുക. ഒരു സെമി ഫൈനൽ ഗംഭീരമായി ജയിച്ചു എന്നുള്ള അഭിമാനത്തോടെ LDF 2026 പോകാൻ കഴിയും. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. K സുധാകരന്റെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം. ഞാൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി എന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക്, മുന്നണിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ എന്നെ അനുവദിക്കൂ, എന്നെ ഒന്ന് പെർഫോം ചെയ്യാൻ അനുവദിക്കൂ എന്ന് K സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഒരു 50% പോലും പാർട്ടിക്ക് ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടുന്നില്ല എന്നത് പാർട്ടിക്കറിയാം. അല്ലെങ്കിൽ എന്തിനാണ് M ലിജുവിനെ KPCCയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്നത് എന്ന് ഞാൻ പ്രവർത്തനത്തിനിറങ്ങുന്നുണ്ടെന്ന് K സുധാകരൻ പറയുന്നു. തിരുവനന്തപുരത്താണ് KPCCയുടെ ആസ്ഥാനത്ത് വന്നിരുന്ന് ഏകോപന ചുമതലകൾ നിർവഹിക്കാൻ K സുധാകരൻ എത്രത്തോളം കഴിയുന്നുണ്ട്? ഇക്കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എത്ര തവണ K സുധാകരൻ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് വന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്. സോഷ്യൽ മീഡിയ അടക്കം ഒരു അനക്കവുമില്ലാതെ കിടക്കുകയാണ്. ആളനക്കമില്ലാതെ, ഒരു കാൽപെരുമാറ്റം പോലും ഇല്ലാതെ കിടക്കുന്ന സമൂഹ മാധ്യമ പേജുകൾ. ഇപ്പോൾ K സുധാകരന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നതിനെ വിമർശിക്കാൻ അവരൊക്കെ കുറെ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും വിശദീകരിക്കാൻ എത്രത്തോളം പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കാൻ K സുധാകരൻ എന്ന KPCC പ്രസിഡന്റിന് കഴിയുന്നുണ്ട്? ഒട്ടും കഴിയുന്നില്ല. അത് ഹൈക്കമാൻഡിന് അറിയാം. എന്നിട്ടും അവർ ഭയന്ന് ഈ തീരുമാനം എടുക്കുന്നതിൽ നിന്നും പതിയെ പിന്നോട്ട് പോവുകയാണ്. ഉണ്ണി സർ പറഞ്ഞതുപോലെ നൗ ഓർ നെവർ എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഓപ്ഷൻസ്. അത് ഇപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി വീണ്ടും കൂടുതൽ തകർച്ചയിലേക്ക് പോകും. കോൺഗ്രസ് പാർട്ടി 2026 അധികാരത്തിൽ വരണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ആ പാർട്ടിക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ, UDF അതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ K സുധാകരനെ മാറ്റുക, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക. അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് K സുധാകരൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ആക്റ്റീവായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന യുവാക്കളടക്കമുള്ള എത്രയോ നേതാക്കളുണ്ട്. K സുധാകരൻ ആക്റ്റീവായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. പാർട്ടി എന്ന സംവിധാനം ചലിക്കണം എന്നുള്ളതാണ് കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നത്, അണികൾ ആഗ്രഹിക്കുന്നത്, നേതൃത്വം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചലിപ്പിക്കാൻ പ്രായമോ അല്ലെങ്കിൽ ആരോഗ്യമോ തനിക്കൊരു പ്രശ്നമല്ല എന്ന് K സുധാകരൻ ആവർത്തിച്ച് പറയുകയല്ലേ. അപ്പോൾ അദ്ദേഹം ഇറങ്ങി നയിക്കട്ടെ. അങ്ങനെയല്ലേ അദ്ദേഹം കാട്ടിക്കൊടുക്കേണ്ടത്. കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം വരട്ടെ. അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പെർഫോമർ ആണ് എന്ന് തെളിയിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹം ഈ പ്രതികരണങ്ങൾ നടത്തിയത് കൊണ്ടും AK ആന്റണിയെ പോയി കണ്ടതുകൊണ്ടും ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക, പാർട്ടിയെ നയിക്കുക, അതിന് പ്രാപ്തിയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുക. അതാണ് K സുധാകരൻ നടത്തേണ്ടത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അത് വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവത്തിൽ തന്നെയാണെന്നുള്ളത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. മാധ്യമങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, അത് നന്നാകണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അവരുടെ പാർട്ടിയുടെ കാര്യമാണ്, അവർ തീരുമാനിക്കട്ടെ പ്രസിഡന്റിനെ മാറ്റണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ജയിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. ആ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഓക്കെ, താങ്ക് യു സുജയ. ഈ വിഷയത്തിൽ സുധാകരന് പിടിവാശിയോ എന്നതിന് പ്രതികരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് റോഷിപാൽ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടറെ K സുധാകരൻ ഒരു പൊതുമാധ്യമ വേദിയിൽ വെച്ച് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയതിലുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാർട്ടി ഒരിക്കലും ഏതെങ്കിലും ഒരു മാധ്യമത്തെ ബഹിഷ്കരിച്ചതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, ഞാനും ഇന്നേവരെ കേട്ടിട്ടില്ല. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ലെഗസി എന്ന് പറയുന്നത് എത്ര ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും ആ പാർട്ടിക്ക്
യോട് യോജിക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ പാർട്ടി ആ പ്രതികരണത്തെ, പ്രതിപക്ഷത്തെ ബഹുമാനിച്ചു നിൽക്കുന്ന ഒരാശയമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഒഴിച്ചു നിർത്തിയാൽ അടിയന്തരാവസ്ഥ കാലം കോൺഗ്രസ് പാർട്ടിയെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. സെൻസർഷിപ്പ്, മാധ്യമങ്ങളെ നിയന്ത്രിക്കൽ, മാധ്യമങ്ങളെ ബഹിഷ്കരിക്കൽ, അത് കോൺഗ്രസിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. നമ്മുടെ രാജ്യം പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ താഴെത്തട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് പ്രതിപക്ഷമായിരിക്കുന്ന, ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തെ ബഹിഷ്കരിക്കുന്നത് ആ പാർട്ടിയുടെ വിശാല രാഷ്ട്രീയ താല്പര്യത്തിന് ചേരുന്നതാണോ എന്ന് അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. പക്ഷേ റിപ്പോർട്ടർ TV കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെയോ ബഹിഷ്കരിക്കാനില്ല. ആശയപരമായി വ്യത്യസ്ത താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരാവാം, പക്ഷേ വാർത്തയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായും സത്യസന്ധത പുലർത്തുന്നു എന്ന് തന്നെയാണ് എഡിറ്റോറിയൽ ടീമിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വോൾട്ടയർ പറഞ്ഞതുപോലെ നിങ്ങളെ എതിർക്കുവാനുള്ള, എന്നെ എതിർക്കുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ എൻ്റെ ജീവൻ നൽകിയും സംരക്ഷിക്കും എന്ന ആശയപ്രമാണം വിശ്വസിക്കുന്നൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഇന്നലെ റിപ്പോർട്ടർ TVയുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻ്റായ, പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റായ റോഷി പാലിനെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വേദിയിൽ നിന്ന് മാറ്റി നിർത്തിയത്, പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് മാറ്റി നിർത്തിയത് അത്യന്തം അപലപനീയമാണ്. അതും ചാനലിൻ്റെ പേര്, ഈ ചാനലിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന ചാനലിൻ്റെ മുൻ ചീഫ് എഡിറ്ററായ നികേഷ് കുമാറിൻ്റെ പത്രമല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. ആദ്യം ചോദിച്ചത് പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പിശകാണെങ്കിൽ അത് തിരുത്തുന്നു. ഈ എഡിറ്റോറിയൽ ടീമാണ് ഈ ചാനലിനെ നിയന്ത്രിക്കുന്നത്. ആ ചാനലിൻ്റെ വ്യക്തമായ എഡിറ്റോറിയൽ പോളിസിയും ഈ ചാനലിനുണ്ട്. ചാനലിലൂടെ നിങ്ങൾക്ക് വിയോജിക്കാം, ചാനലിനെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസിന് തീരുമാനിക്കാം. അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അത് കോൺഗ്രസ് എത്ര കാലം അങ്ങനെ തുടരുന്നു അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമാണ്. അതിലൊന്നും ഇടപെടാൻ റിപ്പോർട്ടർ TV ഇല്ല. പക്ഷേ അത് ശരിയാണോ എന്നത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവിന് യോജിച്ച പരിപാടിയല്ല എന്നുകൂടി പറയട്ടെ. നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ബൈറ്റ് നിങ്ങൾക്ക് തരാതിരിക്കാം, ഞങ്ങൾക്ക് മാത്രമായി ഒരു പ്രതികരണം തരാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതല്ല ഞങ്ങളുമായി സഹകരിക്കുന്ന പ്രതികരണങ്ങൾ നൽകുന്ന നേതാക്കളുമുണ്ട്, സ്വാഭാവികമായും അതൊക്കെ ഇനിയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ അത് അത്യന്തം പ്രതിഷേധാത്മകമാണ്, പ്രതിഷേധം അറിയിക്കുക കൂടി ചെയ്യുന്നു. ഇനി വിഷയത്തിലേക്ക് എത്തിയാൽ, സുധാകരൻ്റെ പിടിവാശിയാണോ എന്ന ചോദ്യത്തിന് സുധാകരൻ്റെ പിടിവാശി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടാണ് സുധാകരൻ്റെ പിടിവാശി എന്ന് പറയുന്നത്? കാരണം സുധാകരന് ഇതിനകത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുധാകരൻ മല്ലികാർജുൻ ഖർഗെയെ പോയി കണ്ട്, രാഹുൽ ഗാന്ധിയെ പോയി കണ്ട് തൻ്റെ ക്ലെയിമൊക്കെ അവിടെ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വേദിയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല, പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമാണ്. 40 മിനിറ്റ് നേരം സംസാരിച്ചു കഴിഞ്ഞ് തൻ്റേതായിട്ടുള്ള എല്ലാ അവകാശവാദങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം തിരികെ വേണ്ടി വന്നാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന സൂചന മല്ലികാർജുൻ ഖർഗെ നൽകുന്നുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹം മടങ്ങുന്നതും. പക്ഷേ മടങ്ങി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും തിരിച്ച് കെ സുധാകരന് അതിൻ്റെ അപകടം മണക്കുന്നു. കെ സുധാകരനെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കെ സുധാകരൻ്റെ റോൾ എന്താ? ഒറ്റ റോളേ കെ സുധാകരനുള്ളൂ, MP. അത് കണ്ണൂരിലെ MP എന്ന നിലയിലാണ്. കണ്ണൂരിലെ MP എന്ന നിലയിൽ കെ സുധാകരൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും വലിയ മികവുറ്റ പെർഫോമൻസ് ആയിരുന്നു? അല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂരിൽ പോയി അതിൽ ഒരു പിശകും സംഭവിച്ചിട്ടുമില്ല. പക്ഷേ കെ സുധാകരനെ വിജയിപ്പിച്ചതിൻ്റെ കാരണം ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ വേവാണ്. അത് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ വിശദീകരിച്ചതാണ്. എന്തായിരുന്നു ആ പൊളിറ്റിക്കൽ വേവ്? ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ കോൺഗ്രസിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും BJPക്കെതിരെയുള്ള ആ വേവിൽ കണ്ണൂരിലെ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും സ്വാഭാവികമായും UDFന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു ബലം സുധാകരന് കിട്ടി എന്നുള്ളത് വാസ്തവമാണ്. അതല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ കെ സുധാകരനെ അതിനുശേഷം കെ സുധാകരനെ മാറ്റേണ്ടിയിരുന്നതാണ്. കെ സുധാകരനെ പക്ഷേ പിന്നീട് മാറ്റാൻ കഴിഞ്ഞില്ല. 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു വലിയ കരുത്തായിട്ട് മാറി. പക്ഷേ കെ സുധാകരൻ്റെ അനാരോഗ്യം അതുതന്നെയാണ് പാർട്ടിയിൽ ചർച്ചയാവുന്നതും ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലുള്ളതും. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതും. പക്ഷേ കെ സുധാകരൻ ഭയന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കണ്ണൂർ MP എന്നൊരൊറ്റ നിലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. മാത്രവുമല്ല, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. ഏതെങ്കിലും തരത്തിൽ UDF വിജയിച്ചു വരികയാണെങ്കിൽ കെ സുധാകരൻ്റെ മറുപക്ഷം നിൽക്കുന്നത് ആരാണോ അവരൊക്കെ തന്നെയായിരിക്കും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സ്വാഭാവികമായും അവരുടെ മുന്നിൽ ഒരു സാധാരണ MP എന്ന നിലയിൽ കെ സുധാകരൻ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. കെ സുധാകരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത മന്ത്രിസഭയിൽ ഒരു ഹോം മിനിസ്റ്റർ പദവിയെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാവാൻ കെ സുധാകരനില്ല എന്നുള്ളത് കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ കെ സുധാകരന് ആ ക്ലെയിം മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ
അടുത്ത 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഐ റിപ്പീറ്റ്, വരികയാണെങ്കിൽ കെ സുധാകരനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ, ഒരു വകുപ്പ് അവിടെ വേണം. 2 പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ കെ സുധാകരൻ ലക്ഷ്യമിടുന്നുണ്ട്. അതിലൊന്ന് 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒന്ന് കണ്ണൂരിലുള്ള MP സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും കേരള പൊളിറ്റിക്സിലേക്ക് മടങ്ങുകയും പകരം കേരളത്തിലെ ഒരു MLA രാജിവെപ്പിച്ച് അവിടെ നിന്നും കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിച്ച് ഹോം മിനിസ്റ്റർ ആവാനുള്ള താല്പര്യം സുധാകരനുണ്ടോ? ഇത് സുധാകരനുമായി അടുത്ത വൃന്ദങ്ങൾ നൽകുന്ന സൂചനകളാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു തീരുമാനം വരണമെങ്കിൽ സംഘടനയുടെ തലപ്പത്തുണ്ടാവണം കെ സുധാകരൻ. കണ്ണൂരിൽ MP ആയിരുന്നു കൊണ്ട് മാത്രം കെ സുധാകരന് അടുത്ത മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് സംശയിക്കാം, സ്വാഭാവികമായും അതൊരു സാധ്യതയാണ്. അതല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് സുധാകരൻ എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നത്? സുധാകരനു പകരം ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ പേരുകൾ കേൾക്കുന്നു. ആ പേരിലേക്ക് കെ സുധാകരൻ എന്തുകൊണ്ടാണ് യോജിച്ചു പോകാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? കെ സുധാകരൻ ഇന്ന് നിശബ്ദമായിരിക്കാമല്ലോ. ഈ പറഞ്ഞതുപോലെ തീരുമാനം വരുന്നത് വരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നത്? KC വേണുഗോപാൽ പറയുന്നത് പോലെ അത്തരമൊരു തീരുമാനമോ ചർച്ചയോ നടക്കുന്നില്ലെങ്കിൽ ഇന്ന് ഇത്ര തിടുക്കപ്പെട്ട് കെ സുധാകരൻ എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നത്? മാത്രമല്ല, കെ സുധാകരനെ ഉൾപ്പെടുത്തിയുള്ള AICCയുടെ പ്രത്യേക യോഗത്തിന് തീരുമാനം ലംഘിച്ചിരിക്കുകയല്ലേ? പാർട്ടിയുടെ ഏതെങ്കിലും അഭിപ്രായത്തിന് വിരുദ്ധമായി ഒരു നേതാവും പുറത്ത് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം കൊടുത്തത് KC വേണുഗോപാലുമാണ്. ആ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് തീരുമാനിച്ചത്. ആ തീരുമാനമാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ ലംഘിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികം ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളി എന്ന നിലയിൽ കൂടിയാണ് അത് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. അതുണ്ടാക്കുന്ന പാർട്ടിയിലുണ്ടാക്കുന്ന ചലനം ചെറുതല്ല. കാരണം കെ സുധാകരൻ ഇപ്പോഴും കേരളത്തിൽ വലിയ ആരാധകരുണ്ട്. കെ സുധാകരൻ ബ്രിഗേഡ്, KS ബ്രിഗേഡ് എന്നുള്ളത് കേരളത്തിൽ ഇപ്പോഴും വളരെ ആക്റ്റീവായ ഒരു ബ്രിഗേഡാണ്. എന്തൊക്കെ നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും കെ സുധാകരനോളം തലപ്പൊക്കമുള്ളൊരു നേതാവിനെ കേരളത്തിൽ പുതുതായിട്ട് കണ്ടെത്താനില്ല എന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രശ്നം. അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് ഇന്ന് പറഞ്ഞൊരു കാര്യം, KSനു പകരം ആര്? ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വലിയ പ്രതിസന്ധി. കാരണം KSനെ സംബന്ധിച്ച് ഗ്രൂപ്പിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും KS പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ഫൈനൽ വേർഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ KSൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് KS പറഞ്ഞാൽ മറുവാക്ക് പറയാത്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് KSനോളം ഗരിമയും KSനോളം തലപ്പൊക്കവുമുള്ള ഒരു നേതാവിനെ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ആന്റോ ആന്റണി, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ഇപ്പോൾ തിരുവിതാംകൂറിലോ പത്തനംതിട്ടയിലോ അതിന് പുറത്തോ ഒരു പാൻ കേരള ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു നേതാവാണ് വരുന്നതെങ്കിൽ KS കടന്നു വരുന്നതും, ആ നേതാവിനോട് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, KS നടന്നു വരുന്നതും ആന്റോ ആന്റണി നടന്നു വരുന്നതും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഒരു ക്രൗഡ് പുള്ളറുടെ ഫീലിംഗ് KSനല്ലേ ഉള്ളത്, ആന്റോ ആന്റണിക്കാണോ ഉള്ളതെന്ന് ചോദിക്കുന്നത് ആ നേതാവിൻ്റെ പെർസ്പെക്റ്റീവാണ് കേട്ടോ. ആ നേതാവ് KS അനുകൂലിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം പാർട്ടിക്കുള്ളിൽ കിടക്കുകയാണ്. പകരം ഒരു നേതാവിനെ തീരുമാനിക്കുന്നത് എങ്ങനെ, ആരായിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട KCBCയുടെ തന്നെ ചുമതലപ്പെട്ടവർ ഹൈക്കമാൻഡിനോട് പല ഘട്ടങ്ങളിലായി 6 മാസം മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ? നേരത്തെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ക്രിസ്ത്യൻ വോട്ടിൽ നിർണായകമാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം പറയുന്നത്? പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, ആ നേതാവ് പറയുന്ന വാചകം ഇതാണ്, ഞങ്ങൾ കൂടി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പുറത്തു തുറന്നു പറഞ്ഞാൽ ഇത് താങ്ങാനുള്ള ആരോഗ്യം ഈ പാർട്ടിക്കില്ല എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മെച്യൂരിറ്റി കാണിക്കണമെന്നാണ് ഈ യുവ നേതാവ് പറയുന്നത്. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് ഇത്ര വർഷം ഈ പാർട്ടിയിൽ പണിയെടുത്ത് ഈ പാർട്ടിയെ പാർട്ടിയാക്കി മാറ്റി പാർട്ടിയെ അതിൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിർത്തിയ മുതിർന്ന നേതാക്കളെ നോക്കിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ വാങ്ങിക്കൊടുത്ത പാർട്ടിയെ നോക്കിയാണ്. അതേപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ച ഒരു നേതൃത്വത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രത്യേകിച്ചത് ഒന്ന് KC വേണുഗോപാലിനെതിരെയും അത് കെ സുധാകരനെതിരെയുമുള്ള കൃത്യമായിട്ടുള്ള കെ മുരളീധരനെതിരെയുമുള്ള ഒരു ടാർജറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ മുരളീധരനാണല്ലോ KSന് അനുകൂലമായിട്ട് രംഗത്ത് വരുന്നത്. ആകെ ഇതിനകത്ത് പരസ്യ പ്രതികരണം നടത്തിയ ഒരേ ഒരു നേതാവ് കെ മുരളീധരൻ മാത്രമാണ്. അപ്പോൾ ഈ നേതാവ് എന്ന് പറയുന്നത് പുറത്ത് നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് ആരെയും ഉദ്ദേശിക്കുന്നത്? വേറെ ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ല. ബെന്നി ബെഹനാൻ പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും തരത്തിൽ VD സതീശൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ആകെ ഒറ്റ നേതാവേ പ്രതികരിച്ചിട്ടുള്ളൂ. ആ നേതാവിൻ്റെ പേര് കെ മുരളീധരനാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ്
MLA ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ കെ സുധാകരനോടൊപ്പം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെയാണ്. അതാ കെ മുരളീധരനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നേതാക്കൾ കുറച്ചുകൂടി പക്വത കാണിക്കണം, പുറത്തുപോയി ഇത് പറഞ്ഞ് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പാടില്ല. മാധ്യമങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ, നിങ്ങൾ കെ മുരളീധരനെ കുറ്റം പറയുന്നത് എന്തിനാ? അതും മാധ്യമങ്ങളുടെ മുന്നിൽ നിർത്തി പറയുന്നത് എന്തിനാ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണം, പക്വതയുള്ള തീരുമാനമെടുക്കണം എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത് പണ്ട് കാലത്ത് കാർത്തികേയൻ അണിഞ്ഞിരുന്ന വേഷം അണിയാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലേക്കാണ്. എങ്ങനെയാണ് ഈ പറയുന്ന യുവജന വിഭാഗം നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ വിമർശിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ അത്ര നല്ല പ്രതിച്ഛായ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അവിടെ പാർട്ടി AICC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുപ്പ് നടത്തിയൊരു പാർട്ടിയല്ലേ ഇത്? ആ പാർട്ടി മല്ലികാർജ്ജുൻ ഖാർഗെയെ തിരഞ്ഞെടുത്തില്ലേ? KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടാണ് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താത്തത്? മുമ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ പല ഘട്ടങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലേ? വയലാർ രവി എങ്ങനെയാണ് KPCC അധ്യക്ഷനായത്? AK ആന്റണി എങ്ങനെയാണ് പിന്നീടാവുന്നത്? എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ഈ KPCCയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? അതേപോലെ ചില ഘട്ടങ്ങളിൽ KPCC അധ്യക്ഷന്മാർ തിരിച്ചു വീട്ടിൽ പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താൻ പോലും അറിയാതെയാണ് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. TV നോക്കിയപ്പോൾ ഞാൻ അറിഞ്ഞു എന്നാണ് PP തങ്കച്ചൻ പറഞ്ഞത് അന്ന്. അതേപോലെ തെന്നല ബാലകൃഷ്ണ പോയ കഥയും നമുക്കറിയാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോയ കഥയും നമുക്കറിയാം. അതൊക്കെ നന്നായിട്ട് സുധാകരൻ അതാ സുധാകരൻ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പൊ ആ പ്രശ്നത്തിലേക്കൊരു ഏറ്റവും അവസാനമായി രമേശ് ചെന്നിത്തലയുടെ കാര്യം. രമേശ് ചെന്നിത്തല പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഏറെക്കുറെ മാന്യമായ ഒരു എക്സിറ്റ് കിട്ടിയത്. മാന്യമായ അല്ല, ഇപ്പോഴും സേയുടെ ഒരു പ്രശ്നമില്ല. നോക്കൂ, ഇപ്പൊ തെന്നല ബാലകൃഷ്ണ പോകുന്നു, എന്നിട്ട് രമേശ് ചെന്നിത്തല വരുന്നു. വളരെ പ്രധാനമാണ് ആ മാറ്റം എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ആരാ? VM സുധീരൻ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നോക്കൂ, ഒരു വർഷം പിന്നുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ത് സേയാവുള്ളത്? രമേശ് ചെന്നിത്തലയ്ക്ക് പോലും എന്ത് സേയാവുള്ളത്? അപ്പൊ ആ വിഷയങ്ങൾ കെ സുധാകരൻ അറിയാം. അതെ, അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കേസിനെ ഈ പിടിവാശിയുടെ പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടാകുന്ന ഒരു പ്രതിച്ഛായയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് കുറച്ചുകൂടി കൃത്യമായി ചിട്ടയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സമയവും സാഹചര്യവുമായിരിക്കുന്നു. മുതിർന്ന പാർട്ടി നേതാക്കൾ ഒട്ടേറെ തലയെടുപ്പുള്ള നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദിവസമല്ലല്ലോ തലയെടുപ്പുള്ള നേതാവ് വരുന്നത്. മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയുടെ കാലം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം ബെന്നി ബെഹനാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ KPCC, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം, ബെന്നി ബെഹനാൻ കേരളത്തിലൊരു പാൻ ഫേസ് ഉള്ളൊരു ലീഡർഷിപ്പ് അല്ലേ? ബെന്നി ബെഹനാനെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? UDF കൺവീനർ ആയിരുന്നില്ല. ബെന്നി ബെഹനാനെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? ബെന്നി ബെഹനാനെ കൊണ്ടുവന്നാൽ വളരെ പ്രശ്നമാണ്. A ഗ്രൂപ്പ് റീആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ മുഴുവൻ ബെന്നി ബെഹനാൻ്റെ കയ്യിലിരിക്കും. അടുത്ത മന്ത്രിസഭാ തീരുമാനം വരുമ്പോൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ബെന്നി ബെഹനാൻ ആണ് എന്ന നിലയിലേക്ക് വരും. അപ്പോൾ ഒരു തരത്തിൽ ഈ തങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തിക്കുന്ന ഒരു അത്ര ശക്തിയില്ലാത്ത ഒരു ദുർബലനായ KPCC അധ്യക്ഷനെ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി വളരെ പ്രസക്തമാണ് കേട്ടോ. ആ ചോദ്യത്തോടുകൂടി ഞാനിത് അവസാനിപ്പിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇത് KSന്റെ പിടിവാശിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ KSന്റെ പിടിവാശി ഇനി എത്ര കാലം മുന്നോട്ട് പോകും, ഹൈക്കമാൻഡിന് എത്ര കാലം അത് കണ്ടു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഇടവേള പിടിവാശി എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റൻ. സുധാകരൻ്റെ പിടിവാശി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ 2021 സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കേരളത്തിൽ മുറവിളി കൂട്ടിയ സമയത്ത് സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടന്നത്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരൻ വന്നിട്ടും കോൺഗ്രസ് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 4 വർഷത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ മനോഭാവത്തിൽ മാറ്റം വരണം. എന്താണ് ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത്? എല്ലാവരും പുച്ഛത്തോടു കൂടി കാണുക എന്നുള്ളതാണ്. വലിയ മുതിർന്ന നേതാവ് തുടങ്ങിയിട്ട് ഞാൻ AICC നേതാക്കന്മാരെ കുറിച്ചിട്ടല്ല പറയുന്നത്, കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പുച്ഛത്തോടുകൂടി, മാധ്യമങ്ങളോടാണെങ്കിൽ മാധ്യമങ്ങളോട് പുച്ഛത്തോടുകൂടി പെരുമാറും. അവരുടെ ശൈലി എന്ന് പറയുന്നതാണ്. കടക്ക് പുറത്ത് എന്ന് പറയുന്നത് വലിയ ന്യായം പറയും. ഏത് ന്യായം പറയുന്നത്? പിണറായി വിജയൻ കടക്ക് പുറത്തോ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നത് രായ്ക്ക് രാമായണം പ്രസംഗിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇന്നലെ ചെയ്തത് എന്താണ്? ഇന്നലെ ചെയ്തത് ഒരു മാധ്യമപ്രവർത്തനോട് കടക്ക് പുറത്ത് എന്ന് പറയുകയാണ്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ മാധ്യമപ്രവർത്തകരാരും ഇല്ലേ? ഒരാളെ മാത്രം പേരെടുത്ത് കടക്ക് പുറത്ത് പറഞ്ഞാൽ അടുത്ത വാർത്ത ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? ഇന്നലെ നിങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് നോക്കൂ, കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും എല്ലാ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് KPCC പ്രസിഡന്റ് K സുധാകരൻ മാറ്റത്തിനെ കുറിച്ചിട്ടാണ്. പ്രധാനപ്പെട്ട മാധ്യമമായ മാതൃഭൂമി മനോരമയൊക്കെ എഴുതിയ എന്തിനെ കുറിച്ചിട്ടാണ്? ഇന്ന് മാറ്റുമെന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് എഴുതിയ വാർത്ത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വാർത്തയുടെ സോഴ്സ് അന്വേഷിക്കാൻ പോകുന്നതിന് മുൻപ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? നിങ്ങളുടെ നേതാക്കന്മാരിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് മാധ്യമപ്രവർത്തകർ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. റോഷിപാൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ കേരളത്തിലെ ഏറ്റവും അധികം സോഴ്സുള്ള മാധ്യമപ്രവർത്തനാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഏറ്റവും അധികം സോഴ്സുള്ള മാധ്യമപ്രവർത്തനാണ്. ഇവർ കോൺഗ്രസിൽ റോഷിപാലിനെ ബഹിഷ്കരിക്കും തോറും അത്രയും സോഴ്സ് പിന്നെയും കൂടുകയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്.
ശക്തമായ രീതിയിൽ അവലോകിക്കേണ്ട ഒരു കാര്യമാണ് ഈ റോഷിപാലിനെതിരെ ഇന്നലെ കെ സുധാകരൻ നടത്തിയെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 4 ഇലക്ഷനിൽ സുധാകരൻ ജയിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. അതിൽ 4 ഇലക്ഷനിൽ 3 ഇലക്ഷനിലല്ലേ ജയിച്ചുള്ളൂ. 3 ഇലക്ഷനും ആരാണ്? കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഒരേ ഒരു മണ്ഡലം മാത്രമേ ചേലക്കര ഉണ്ടായിരുന്നുള്ളൂ. ചേലക്കര 8 നില പൊട്ടി ഇല്ലേ? എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിന് വരുത്തിയെന്ന് പറയുന്നത്? കേരളത്തിലെ സംഘടനാ പ്രവർത്തനം ഏത് ലെവലിൽ എത്തിയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എത്ര നല്ല രീതിയിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തെ കെട്ടിപ്പടുത്താൻ കെ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ്. എത്ര ബൂത്ത് കമ്മിറ്റികളെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര മണ്ഡലം കമ്മിറ്റികളെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര ജില്ലാ കമ്മിറ്റികളെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര ജില്ലാ പ്രസിഡന്റുമാർക്ക് നല്ല രീതിയിൽ താക്കീത് കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. 2024 ഇലക്ഷൻ്റെ സമയത്ത് കെ സുധാകരൻ അല്ലല്ലോ KPCC പ്രസിഡന്റ്. ഇലക്ഷൻ്റെ സമയത്ത് MM ഹസനാണ്. കാരണം സുധാകരൻ MP ആയി മത്സരിക്കാൻ വേണ്ടി പോയി കണ്ണൂരിൽ അല്ലേ. ആ സമയത്ത് ചാർജ് കൊടുത്തവരാ MM ഹസനാണ്. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെയാണെന്നേ. ഒരു KPCC പ്രസിഡന്റ് വിചാരിച്ചതുകൊണ്ട് മാത്രമൊന്നുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ജയിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ കെ സുധാകരനെ മാറ്റി MM ഹസൻ്റെ കയ്യിലേക്ക് ഇലക്ഷൻ്റെ തൊട്ട് മുൻപ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? 18 സീറ്റിൽ ജയിച്ച് കയറിയില്ലേ ഈ BJP കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം. അങ്ങനെയൊന്നുമല്ല. ACC എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിൽ പത്രസമ്മേളനം നടത്തിയല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? അദ്ദേഹം പറഞ്ഞ അംഗനവാടി ലീഡർക്കുള്ള തെരഞ്ഞെടുപ്പല്ല എന്ന് നേതാക്കന്മാർ മനസ്സിലാക്കുന്നത്. എത്ര ബാലിശമായ സംസാരമാണ്. അംഗനവാടി തെരഞ്ഞെടുപ്പാണോ കേരളത്തിൽ നടക്കുന്നത്? ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് അംഗനവാടി തെരഞ്ഞെടുപ്പാണെന്ന്. ഏത് രീതിയിലാണ് പറയുന്നത്? അത് ആരോടാണ് പറയുന്നത്? ACC മുതലുള്ള KC വേണുപോൽ തുടങ്ങിയുള്ള താഴേക്കുള്ള നേതാക്കന്മാരോടാണ് പറയുന്നത്. എന്ത് അംഗനവാടി തെരഞ്ഞെടുപ്പില്ല എന്ന്? അങ്ങനെ പറയേണ്ട ഒരാളാണോ? ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശക്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കുന്ന നേതാവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? 2 വിഭാഗമാണ് ഇവിടെയുള്ളത്. ഏത് 2 വിഭാഗം? ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശൈലിയിൽ ഒന്ന് പറയുന്നത് VD സതീശനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ കെ സുധാകരനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. അതിൻ്റെ അകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തും 2 വിഭാഗമുള്ളത്. ഒന്നാരാണ്? VD സതീശൻ്റെ നേതൃത്വത്തിൽ യുവജന നേതാക്കന്മാർ അങ്ങനെ ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ട് കെ സുധാകരനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന വേറൊരു വിഭാഗം എന്ന് പറയുന്നത് കെ സുധാകരൻ ഡൽഹി പോയി ചർച്ച ചെയ്ത് തിരിച്ചിവിടെ കേരളത്തിലെത്തുന്ന സമയത്ത് കെ സുധാകരൻ്റെ കൂടെയുള്ള നേതാക്കന്മാരെല്ലാം പറയും നിങ്ങളെന്ത് തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും എന്ന് ചോദിക്കുമ്പോഴോട് കെ സുധാകരൻ്റെ മനസ്സ് മാറി. അതുവരെ ശുണ്ഠി കൂടുതലുണ്ടെങ്കിലും തീരുമാനങ്ങൾ മെല്ലെ എടുക്കുന്ന ഒരാളാണ് സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുന്ന് തീരുമാനം എടുത്തു. അത് ഖാർഗെയോടോ അല്ലെങ്കിൽ പറയുന്ന രാഹുൽ ഗാന്ധിയോടൊക്കെ പറഞ്ഞിട്ട് വന്നു നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം പറഞ്ഞു നിങ്ങളെന്ത് തീരുമാനം എടുത്തു? നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായി എന്ന് ചോദിച്ചതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് തീരുമാനം മാറി. അദ്ദേഹം തന്നെയാണ് പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം തന്നെയാണ് ഓരോ പത്രക്കാരെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചു വരുത്തി സംഭവിച്ചെന്താ? എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ വാക്കുകളിൽ വായിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. എന്നെ പിരിച്ചുവിടുന്നില്ല, എന്നെ മാറ്റൂല എന്ന് പറയുന്നത് സുധാകരനാണ് അല്ലേ? കേരളത്തിലെ മാധ്യമപ്രവർത്തകരല്ല. എന്നെ മാറ്റില്ല എന്ന് പറയുന്ന സുധാകരൻ. ഈ റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എഴുതി കാണിക്കാൻ പറ്റുള്ളൂ. എന്ത് കാണിക്കുക? എന്നെ മാറ്റൂലില്ല എന്ന് സുധാകരൻ. അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകരല്ല, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ തന്നെയാണ്. ഈ ശൈലിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേന്ദ്രത്തിലെ ACCയെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ? ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം. എന്താണ് ഈ കേഡർ സംവിധാനം എന്ന് പറയുന്ന സംവിധാനം? പാർട്ടിക്ക് ഉള്ളിൽ എടുക്കേണ്ട തീരുമാനമാണ്. കേഡർ സംവിധാനം ഒരാൾ പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്ഥിതിയുണ്ട്. ഒരു നേതാവ് പറഞ്ഞാൽ കേൾക്കാൻ എത്ര കേരളത്തിലെ നേതാക്കന്മാർ തീരുമാനിക്കും. ഇപ്പം ഞാൻ പറയാം, ACC കെ സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചു. ഇന്ന് രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, മാറ്റാൻ തീരുമാനിച്ചാണെങ്കിൽ മാറ്റണ്ടെങ്കിൽ മാറ്റണ്ട എന്ന് പറഞ്ഞു. മാറ്റാൻ തീരുമാനിക്കുക എന്ന് അവിടെ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ പോസ്റ്റർ വന്നു. എന്ത്? കെ സുധാകരനെ അനുകരിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. ശക്തമായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാഹുൽ മാങ്കുടത്തിൽ ചർച്ചയുടെ സമയം എന്താ പറയുന്നത്? ഇന്ന് ഒരു ചെറിയ കുട്ടിയുടെ നായ കടിച്ച് മരിച്ച ദിവസമല്ലേ? ഇന്ന് ചർച്ച ചെയ്യേണ്ട സംവിധാനം എന്താണ്? അതാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ അറിയോ? ഇതിലേക്കാണ്. ഇതാരാണ്? ഇത് അച്ചടക്കം നടപ്പിലാക്കണം എന്ന് പറയുകയും നടപ്പിലാക്കണമെന്ന് പത്രസമ്മേളനം നടത്തി പറയുന്ന പാർട്ടിയാണ്. എവിടെയാണ് പറയുന്നത്? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയോ കേരളത്തിലെ CPM-ൻ്റെ DVF-ൻ്റെ ആൾക്കാരോടല്ല പറയേണ്ടത്. നിങ്ങൾ KC വേണുപോലെ ഫോൺ വിളിക്കൂ, എന്നിട്ട് പറയൂ ഞങ്ങളുടെ പാർട്ടിയിൽ അച്ചടക്കം ഉണ്ടാക്കണം എന്ന് പറയൂ. നിങ്ങൾ KPCC നേതാവിനെ വിളിച്ച് പറയൂ ഞങ്ങളുടെ പാർട്ടിയിൽ അച്ചടക്കം ഉണ്ടാക്കണം. നിങ്ങൾ രാഹുൽ മാങ്കുടത്തിൽ VD സതീശനെ വിളിച്ച് പറയൂ ഞങ്ങളുടെ പാർട്ടിയിൽ അച്ചടക്കം ഉണ്ടാക്കണം. ഞാൻ ഒരു ഇടവേള
ഇടവേളയെടുത്ത് തിരിച്ചു വരാം. സുധാകരന്റെ പിടിവാശി എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.